ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ അമ്പരിപ്പിക്കുന്ന സാമ്പത്തിക കുതിപ്പിനെക്കുറിച്ചുള്ള ഇന്നത്തെ ലഘുവിവരണമാണിത്. പേരിലൊരു സിങ്ക് ഉണ്ടെങ്കിലും സത്യത്തിൽ വെള്ളിയും പിന്നെ സർക്കാരിന്റെ ഒരു പുതിയ നയവുമാണ് ഇവരുടെ ഈ വമ്പൻ ലാഭത്തിനു പിന്നിലെ യഥാർത്ഥ ഹീറോ. ഒന്നാമതായി 2026 സാമ്പത്തിക വർഷത്തിലെ 4ാം പാദത്തിൽ കമ്പനിയുടെ അറ്റാദായം 68%, വരുമാനം 49%വുമാണ് കുതിച്ചുയർന്നത്. സിങ്ക് ഉൽപ്പാദിപ്പിക്കുമ്പോൾ വെറുമൊരു ഉപോൽപ്പന്നമായി കിട്ടുന്ന വെള്ളിയിൽ നിന്നുള്ള വരുമാനം ഒറ്റയടിക്ക് 3 ഇരട്ടിയായി മാറി. ഇത് ശരിക്കും കിണറ് കുഴിക്കുമ്പോൾ അവിചാരിതമായ ഒരു സ്വർണ്ണഖനി കിട്ടിയതുപോലെയല്ലേ? രണ്ടാമതായി, ഈ വെള്ളിക്ക് പെട്ടെന്ന് ഇത്ര വില വരാൻ കാരണം കേന്ദ്ര സർക്കാർ അടുത്തിടെ ഇറക്കുമതി തീരുവ 6%-ൽ നിന്ന് 15%-ആയി കുത്തനെ ഉയർത്തിയതാണ്. അതോടെ വിപണിയിൽ വില കൂടി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളിയുൽപ്പാദകരായ ഹിന്ദുസ്ഥാൻ സിങ്കിന് യാതൊരു അധിക ചെലവുകളുമില്ലാതെ ഇതിലൂടെ പൂർണ്ണ ലാഭം നേടാൻ പറ്റി. സത്യത്തിൽ കമ്പനിയുടെ യാതൊരു ഇടപെടലുമില്ലാതെ കിട്ടിയ ഈ അപ്രതീക്ഷിത നേട്ടം ശരിക്കും അവർക്കൊരു ലോട്ടറി അടിച്ചതുപോലെയല്ലേ? അവസാനമായി, ഇതൊക്കെ നിക്ഷേപകരെ എങ്ങനെ സ്വാധീനിച്ചുവെന്ന് നോക്കാം. ഈ വാർത്ത വന്നതോടെ ഓഹരി വില 5%-ഓളം ഒറ്റയടിക്ക് ഉയർന്നു. പോരാത്തതിന് 2027 സാമ്പത്തിക വർഷത്തേക്ക് ഒരു ഓഹരിക്ക് 11 രൂപ എന്ന കിടിലൻ ലാഭവിഹിതവും കമ്പനി ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, പേരിൽ മാത്രം സിങ്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് വെള്ളിയുടെ തിളക്കത്തിൽ വിപണിയിൽ അതിവേഗം കുതിക്കുന്ന ഒരു വമ്പൻ ശക്തിയായി ഹിന്ദുസ്ഥാൻ സിങ്ക് മാറിക്കഴിഞ്ഞു.